ഹായ്. ഇന്നത്തെ വീഡിയോ കറപ്ഷൻ. ഓക്കെ, കറപ്ഷനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോണത്. ഇതിൽ പറയുന്നതല്ല, എൻ്റെ ബേസിക് ആയിട്ടുള്ള എൻ്റെ കൺസെപ്റ്റാണ്. ഓക്കെ, ഞാൻ അല്ലാതെ എവിടെയും വായിച്ചതല്ല. ഐ തിങ്ക് എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. ബേസിക്കലി കറപ്ഷൻ പറഞ്ഞാൽ എന്താ? കറപ്ഷൻ പറയുമ്പോൾ ഞാൻ എവിടെയും വായിച്ചിട്ടില്ല, എൻ്റെ ഒരു കൺസെപ്റ്റാണ് പറയുന്നത്. ഒരു അൺഡ്യൂ ഗെയിം അല്ലേ, നമുക്ക് അർഹിക്കാത്തൊരു കാര്യം നമ്മൾ സ്വീകരിക്കുക എന്നതാണ് കറപ്ഷൻ. നമുക്ക് അർഹിക്കാത്തത്. ഓക്കെ, ഒരു കറപ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും ബേസിക്കലി മൈൻഡിലേക്ക് വരുന്നത് ഒരാൾക്ക് നമ്മളിങ്ങനെ കാശ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈപ്പ് ഒരു വ്യൂ ആയിരിക്കും എല്ലാവരുടെയും മൈൻഡിലേക്ക് ബേസിക്കായിട്ട് വരിക. അപ്പൊ അതല്ലാതായിട്ടുള്ള ഒരു വേർഷൻ ആയിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ കറപ്ഷന് ഞാൻ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് ബാക്ക്വേർഡ് കറപ്ഷൻ, ഒന്ന് ഫോർവേഡ് കറപ്ഷൻ. ഓക്കെ, ഒന്ന് ഫോർവേഡ് കറപ്ഷൻ, ഒന്ന് ബാക്ക്വേർഡ് കറപ്ഷൻ. ഓക്കെ, ഫോർവേഡ് കറപ്ഷൻ, ബാക്ക്വേർഡ് കറപ്ഷൻ. ഓക്കെ, ഇത് രണ്ടെണ്ണമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മള് എങ്ങനെയാണ് ഒരു കാര്യത്തിന്, ഇപ്പൊ നമ്മൾ ഏതൊരു കാര്യത്തിന്റെയും അതിന്റെ വാല്യൂ ഡിസൈഡ് ചെയ്യണമെന്ന് വെച്ചാൽ അതിന്റെ വെർത്ത് അനുസരിച്ചായിരിക്കും. ഓക്കെ, എത്രത്തോളം വെർത്ത് അത് ക്രിയേറ്റ് ചെയ്യണമെന്നനുസരിച്ചായിരിക്കും അതിന്റെ വാല്യൂ, അല്ലെങ്കിൽ അതിന്റെ ഒരു ബെനിഫിറ്റ്. ഫോർ എക്സാമ്പിൾ, ഒരു ജോലി, അത് റിലേറ്റഡ് ആയിട്ടുള്ള പവർ, ബെനിഫിറ്റ്സ്, എക്കണോമിക് ബെനിഫിറ്റ്സ് എന്ത് വേണമെങ്കിലും ഡിസൈഡ് ചെയ്യണം. അത് എത്രത്തോളം റെസ്പോൺസിബിലിറ്റി, അതിന്റെ വ്യാപ്തി എന്താണെന്ന് അനുസരിച്ചായിരിക്കും. ഇത്ര വ്യാപ്തി ഉള്ളതിന് ഇത്ര, ഓക്കെ, ഇത്ര റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള ഒരു ജോബിന് ഇത്ര, ഇപ്പൊ റെമ്യൂണറേഷൻ എത്രയായിരിക്കും, അതിന്റെ സോഷ്യൽ സ്റ്റാറ്റസ് എത്രയായിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ പറയില്ലേ ഇന്ന ജോലി ചെയ്യുന്ന ആളാണോ, ഫൈനാൻസിലുള്ള ആളായിരിക്കും ഇത് ഇപ്പൊ അയാൾ ഹൈക്കോടതി ജഡ്ജാണ് എന്നൊക്കെ പറയുമ്പോൾ അയാൾക്കൊരു റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, ആൾക്കൊരു സോഷ്യൽ സ്റ്റാറ്റസ് കിട്ടുന്നുണ്ടാവും, അതിന്റെ ഒരു പ്രിവിലേജ് ഉണ്ടാവും. അതൊക്കെ എങ്ങനെ പറഞ്ഞാൽ ആ വ്യക്തിക്കുള്ള റെസ്പോൺസിബിലിറ്റിന്റെ ലെവൽ അനുസരിച്ചായിരിക്കും. ഓക്കെ, റെസ്പോൺസിബിലിറ്റി ഇൻക്രീസ് ചെയ്യും തോറും നമ്മുടെ പവർ ഇൻക്രീസ് ആവും. ഓക്കെ, നമ്മുടെ പവർ പറയുന്നത് എന്താ? നമ്മുടെ റൈറ്റ്സ് അല്ല, നമ്മുടെ പവറാണ്. ഓക്കെ, റൈറ്റ്സ് പറയുമ്പോൾ നമ്മുടെ റെമ്യൂണറേഷൻ നമ്മുടെ റൈറ്റ്സ് ആണ്. ഓക്കെ, നമുക്ക് സോഷ്യൽ സ്റ്റാറ്റസ് കിട്ടും, നമുക്ക് പ്രിവിലേജുകൾ കിട്ടും. ഒരു ജോലിയിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള പ്രിവിലേജുകൾ കിട്ടും. ഓക്കെ, ഇതെല്ലാം നമ്മുടെ പവറാണ്. അതായത് ദിസ് മച്ച്, ഇതാണ് ഇപ്പൊ നമുക്ക് കിട്ടുന്ന പ്രിവിലേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യണ പോലെ ഇവിടെ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസും ഉണ്ടാവും. അതായത് എപ്പോഴും പറയും, വിത്ത് ഗ്രേറ്റ് പവർ കം ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. നമുക്ക് എത്രത്തോളം റെസ്പോൺസിബിലിറ്റി ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പവറും സെറ്റ് ചെയ്യുക. അതായത് റെസ്പോൺസിബിലിറ്റിയും പവറും എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും, റെസ്പോൺസിബിലിറ്റി ഈക്വൽ ടു പവർ. ഓക്കെ, അതായത് ഒരു വ്യക്തിക്ക് നല്ലോണം പവർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ആ വ്യക്തിക്ക് അത്രത്തോളം റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നാണ്. ഓക്കെ, നല്ല മോസ്റ്റ് പവർഫുൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് റെസ്പോൺസിബിൾ പേഴ്സണും ആയിരിക്കണം. ഓക്കെ, അപ്പൊ പവർ എത്രയുണ്ടോ അത്രത്തോളം റെസ്പോൺസിബിലിറ്റിയും ഉണ്ടാവും. ഇതാണ് ബേസിക് കൺസെപ്റ്റ്. പവറും റെസ്പോൺസിബിലിറ്റിയും തമ്മിൽ ഒരു ഈക്വൽ കൺസെപ്റ്റ് ആണ്. പവർ ഉണ്ടെങ്കിൽ അവിടെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. നമ്മൾക്ക് പവർ കൂടുന്നതോറും റെസ്പോൺസിബിലിറ്റി കൂടിക്കൊണ്ടിരിക്കും, പവർ കുറയും തോറും റെസ്പോൺസിബിലിറ്റി പറയും, അതിനനുസരിച്ച് പറയാം. അപ്പൊ എല്ലാ തരത്തിലുള്ള പവറും ഡിസൈഡ് ചെയ്യുന്നത് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ജോലിക്ക് അല്ലെങ്കിൽ ആ ഒരു ഐഡന്റിറ്റിക്ക് എത്രത്തോളം റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി കൊടുത്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു അനുസരിച്ചായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിലേക്ക് വരുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഒരു ജോലിക്ക് കൊടുക്കുന്ന പവർ ഇത്രയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, പവർ എന്ന് പറയുമ്പോൾ ഞാൻ പറയാം ബേസിക് ആയിട്ട് നമ്മൾ എക്കണോമിക്കലി പറയും സോഷ്യൽ സ്റ്റാറ്റസ് ഒരു പവർ തന്നെയാണ്. കാരണം നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ പറയില്ല അയാൾ ആ ജോലി ചെയ്യുന്ന ആളാണ് പറഞ്ഞിട്ട് ഒരു സോഷ്യൽ പ്രിവിലേജ് കിട്ടും ആ വ്യക്തിക്ക്, അതൊക്കെ പവർ തന്നെയാണ് ഏകദേശം അതുപോലെ. അപ്പൊ ഇത്രയും പവർ ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റി ഏകദേശം ഇത്ര തന്നെയായിരിക്കും. ഓക്കെ, അതിനെ ഈക്വൽ ചെയ്യണ ഒരു തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയും ഡ്യൂട്ടീസും അയാൾക്ക് അലോട്ടഡ് ആയിരിക്കും. ഓക്കെ, ഇപ്പോ ഇതിൽ ഫോർവേഡ് കറപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ഈ ജോലിയെല്ലാം ചെയ്യണം, ഈ ഡ്യൂട്ടി എല്ലാം അയാൾ പ്രോപ്പറായി ചെയ്യണം. ഓക്കെ, ഈ ഡ്യൂട്ടി എല്ലാം അയാൾ പ്രോപ്പറായി ചെയ്യാൻ വില്ലിങ് ആണ്. പക്ഷെ അയാൾക്ക് ഈ പവർ പോലെ ഐ വാണ്ട് മോർ പവർ. ഓക്കെ, അതായത് ലീഗൽ ആയിട്ടുള്ള പവർ ഇതുവരെയാണ്. ഓക്കെ, ദിസ് മച്ച്, അതായത് ഇത്ര റെമ്യൂണറേഷൻ ആയിട്ട് അയാൾക്ക് കിട്ടുക. ഇപ്പൊ ഒരു ജോബിന് പർട്ടിക്കുലർ 20,000 ആണ് ആ ജോബിന് ഉള്ള റെമ്യൂണറേഷൻ വെക്കുക. അതായത് ഈ ജോലി ചെയ്യുന്നതിന് ഇതുവരെയുള്ള ജോലി ചെയ്യുന്നതിന് ആ വ്യക്തിക്കുള്ള റെമ്യൂണറേഷൻ പറഞ്ഞാൽ 20,000 ആണെന്ന് ആ വ്യക്തി ക്ലെയിം ചെയ്യാനെന്ന് വെച്ചാൽ ഞാൻ ഈ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ എനിക്കിത് പറ്റില്ല, ഐ നീഡ് സംതിങ് എക്സ്ട്രാ. ഓക്കെ, ഐ നീഡ് സംതിങ് എക്സ്ട്രാ. ഞാനിത് കാര്യമൊക്കെ ഞാൻ ശരിയാക്കി തരാം, പക്ഷെ എനിക്ക് ഒന്ന് കാണുന്ന പോലെ കാണണം എന്നൊക്കെ പറയാം. അതിനെന്താ, ഈ ജോലി ഞാൻ ചെയ്യാം, പക്ഷെ ഇതിനേക്കാളും കൂടുതൽ പവർ എനിക്ക് വേണം. അതായത് ബേസിക്കലി ഫൈനാൻഷ്യൽ ഇതായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം.
എനിക്ക് എക്സ്ട്രാ പവർ വേണം. ഇതാണ് ഫോർവേഡ് കറപ്ഷൻ. അതായത് ഒരു ജോലി ചെയ്യണതിന് വേണ്ടി ആ വ്യക്തി ആ ജോലിക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള പവർ ക്ലെയിം ചെയ്യുക അല്ലെങ്കിൽ റൈറ്റ്സ് ക്ലെയിം ചെയ്യുന്നതിനാണ് നമ്മൾ ഫോർവേഡ് കറപ്ഷൻ പറയുക. ഇത് നമുക്ക് ഓപ്പൺ ആയിട്ട് ഇതാണ് ബേസിക്കലായി നമ്മളെല്ലാവരും കാണുന്നത്. കാരണം കൂടുതൽ അവിടെ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ഈ ജോലി നടക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നമ്മൾ ഇത് കൊടുക്കേണ്ടി വരും. ഓക്കെ, ആ ഇത് കൊടുത്താൽ മാത്രമേ ഈ ഇത് കാരണം മോർ ദാൻ എലിജിബിലിറ്റി ഒരു വ്യക്തി ക്ലെയിം ചെയ്യുന്നതാണ് നമ്മൾ ഫോർവേഡ് കറപ്ഷൻ ആയിട്ട് പറയാം. ഓക്കെ, ഇനി ബാക്ക്വേർഡ് കറപ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ജോലി, ഇത് പ്രിവിലേജ്, ഇത്രയും പ്രിവിലേജ്, ഓക്കെ, പവർ പ്രിവിലേജ്, ഇത് അതിന്റെ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ഈ പ്രിവിലേജും ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇയാൾ ഇത്രയും റെസ്പോൺസിബിലിറ്റി ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അതായത് അത്രയും ഇത് അയാൾ ഈ പ്രിവിലേജ് ക്ലെയിം ചെയ്യുന്നത് തന്നെ ഇത്രയും റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സപ്പോസ് ഇൻ ദിസ് കേസ് പീപ്പിൾ ക്ലെയിമിങ് ദിസ് പവർ, ഈ പവർ അയാൾ ക്ലെയിം ചെയ്യാണ്, പക്ഷെ അയാൾ ഈ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നില്ല. ബട്ട് അത് ചെയ്യുന്നില്ല, എങ്ങനെയുണ്ടാവും? ഓക്കെ, അപ്പൊ ഇത്രയും പവർ അയാൾ ക്ലെയിം ചെയ്തിട്ട് അയാളുടെ ഡ്യൂട്ടി അയാൾ ചെയ്യുന്നില്ല. ആ സിറ്റുവേഷൻ വരുന്ന സമയത്ത് എന്തായി? അപ്പോഴും നഷ്ടമാണ്. ഫസ്റ്റ് സിറ്റുവേഷനിലും നഷ്ടമാണ്, സെക്കൻഡ് സിറ്റുവേഷനിലും നഷ്ടമാണ്. ഇതാണ് ബാക്ക്വേർഡ് കറപ്ഷൻ. ഓക്കെ, ബാക്ക്വേർഡ് കറപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ആ ജോലിക്ക് വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള പ്രിവിലേജ് ക്ലെയിം ചെയ്യുന്നു, എക്കണോമിക്കൽ എല്ലാ കാര്യങ്ങളും, പക്ഷെ ആ വ്യക്തി ആ ജോലി പ്രോപ്പറായി ചെയ്യുന്നില്ല. ഓക്കെ, ഡ്യൂട്ടി ചെയ്യുന്നില്ല, പക്ഷെ ബെനിഫിറ്റ് ക്ലെയിം ചെയ്യുന്നു. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ബാക്ക്വേർഡ് കറപ്ഷൻ ആയിട്ട് വരിക. നമുക്ക് ഫോർവേഡ് കറപ്ഷൻ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്ക്വേർഡ് കറപ്ഷൻ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ നേഷനിൽ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്ന കറപ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ബാക്ക്വേർഡ് കറപ്ഷൻ ആണ്. കാരണം ഫോർവേഡ് കറപ്ഷൻ നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാവുന്നതും അത് കണ്ടുപിടിക്കാനും അത് തിരുത്താനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ ബാക്ക്വേർഡ് കറപ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു വ്യക്തി അയാളുടെ ജോലി വൃത്തിയായി ചെയ്യണമെന്ന് എങ്ങനെ അറിയാം? പക്ഷെ ആ വ്യക്തി ആ ജോലിക്കുള്ള എല്ലാ ബെനിഫിറ്റും ക്ലെയിം ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു പണിയെടുക്കാത്ത ഒരാളെ പോണ സമയത്ത് അയാൾ കണ്ടില്ലേ ഇന്ന ജോലിക്കാരനാണ് പറയും. ആ വ്യക്തി ആ ജോലി നന്നായി ചെയ്യണമെന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഓക്കെ, ആ ജോലിക്ക് വേണ്ടിയുള്ള എല്ലാ സോഷ്യൽ സ്റ്റാറ്റസ് ആ വ്യക്തി ക്ലെയിം ചെയ്യും. അത് റിലേറ്റഡ് ആയ മോണിറ്ററി ബെനിഫിറ്റ് ആ വ്യക്തി ക്ലെയിം ചെയ്യും. ആ ജോലി റിലേറ്റഡ് പ്രിവിലേജ് ആ വ്യക്തി ക്ലെയിം ചെയ്യും. പക്ഷെ ആ വ്യക്തി ആ ജോലി വൃത്തിയായി ചെയ്യുന്നുണ്ടാവും. മെജോറിറ്റി സിറ്റുവേഷൻ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ അയാൾ എന്തായി ഇതെല്ലാം ക്ലെയിം ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ എന്താ? അതൊരു നാഷണൽ ലോസ്റ്റ് ആണ്. അതായത് നമ്മൾ എഫേർട്ട് കൊടുക്കണം, പക്ഷെ ഔട്ട്കം ഇല്ല എന്ന ലെവലിൽ എന്താണ്? ഇതാണ് എഫേർട്ട്. നാഷന്റെ ഇൻകം എല്ലാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, പക്ഷെ നോ ഔട്ട്കം. ആ വ്യക്തിയാണ് ജോലി വൃത്തിയായി ചെയ്യുന്നില്ല. അപ്പൊ എന്തായി? അതൊരു കറപ്ഷനായി മാറുകയാണ്. ഓക്കെ, അതായത് നോ ബെനിഫിറ്റ് ഇല്ലാതെ ആയി പോവാണ്. ഇതാണ് ബാക്ക്വേർഡ് കറപ്ഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, ബാക്ക്വേർഡ് കറപ്ഷൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചാൽ ബേസിക്കലി നമ്മുടെ ഒരു ജോലി ഇങ്ങനെയായിരിക്കും. അതായത് ഒരു കൺസെപ്റ്റ് പറഞ്ഞാൽ ചെക്സ് ആൻഡ് ബാലൻസ് പറയും. അതായത് ഒരു വ്യക്തി ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്യേണ്ട കാര്യം അയാൾ വൃത്തിയായി ചെയ്യണ്ടോ അല്ലെങ്കിൽ അതിൽ തന്നെ നിന്ന് ചെയ്യണ്ടോ എന്ന് മറ്റൊരു വ്യക്തി ചെക്ക് ചെയ്യും. ഇതാണ് ഡോക്ട്രിൻ ഓഫ് ചെക്സ് ആൻഡ് ബാലൻസ്. അതായത് ഇപ്പോൾ ഇതാണ് ഒരു ഓർഡർ എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ABCD ഇതാണ് ഒരു സിസ്റ്റം എന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ചെയ്യുന്ന കാര്യം ഈ വ്യക്തി ചെക്ക് ചെയ്യും. അതായത് ഈ വ്യക്തി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഈ വ്യക്തി ചെയ്യണോ എന്നുള്ളത് ഈ വ്യക്തി പ്രോപ്പറായി ചെയ്യും. ഈ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈ വ്യക്തി പ്രോപ്പറായി ചെയ്യണമെന്നും ഈ വ്യക്തി ചെക്ക് ചെയ്യും. ഈ വ്യക്തി ചെയ്യുന്ന കാര്യം പ്രോപ്പറായി ചെയ്യണമെന്ന് ഈ വ്യക്തി ചെക്ക് ചെയ്യും. ഇതാണ് ഒരു സിസ്റ്റം. ഈ സിസ്റ്റം പ്രോപ്പറായി വർക്ക് ചെയ്യുമ്പോഴാണ് ഈ ബാക്ക്വേർഡ് കറപ്ഷൻ ഒഴിവാക്കുക. ഓക്കെ, പക്ഷെ ഈ സിസ്റ്റത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ബാക്ക്വേർഡ് കറപ്ഷൻ ആക്റ്റീവ് ആവും. അതായത് ഈ വ്യക്തിയുടെ പണി ആ വ്യക്തി ചിലപ്പോൾ പ്രോപ്പറായി ചെയ്യേണ്ടതില്ല, പക്ഷെ ആ വ്യക്തിയെ ചോദ്യം ചെയ്യേണ്ട വ്യക്തി അയാളെ ചോദ്യം ചെയ്യേണ്ടതില്ല. ഓക്കെ, അപ്പൊ എന്തായി? ഇൻവെസ്റ്റ്മെന്റ് നടക്കണ്ടാവും, എന്നാൽ ആ വ്യക്തിയിൽ നിന്ന് യാതൊരുവിധ ഔട്ട്കവും കിട്ടുന്നുണ്ടാവില്ല. ബാക്ക്വേർഡ് കറപ്ഷൻ ആക്റ്റീവ് ആയിരിക്കുന്നത് ബേസിക്കലി പറയാൻ നമ്മുടെ സിസ്റ്റം ഫെയിലിയർ ആവുകയാണ്. സിസ്റ്റം നിർദ്ദേശിക്കുന്നത് എല്ലാം ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്. നമ്മുടെ എല്ലാ പ്രോസസ്സുകളും ഒരു സിസ്റ്റമാണ്, ഇൻഡിവിജ്വൽ പീപ്പിൾസ് അല്ല. ഇതിൽ ഒരുപാട് പീപ്പിൾസ് ഇൻവോൾവ് ആയിരിക്കും. അപ്പോൾ ഒരു വ്യക്തിയെ ചെക്ക് ചെയ്യേണ്ട മറ്റൊരു വ്യക്തി ഉണ്ടാവും. ആ വ്യക്തിയും കൂടി ഇതിൽ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബാക്ക്വേർഡ് കറപ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, ബാക്ക്വേർഡ് കറപ്ഷൻ ആണ് ഇന്ത്യയെ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്ന കറപ്ഷൻ. ഫോർവേഡ് കറപ്ഷൻ അധികം അഫക്ട് ചെയ്യില്ല. കാരണം ഫോർവേഡ് കറപ്ഷൻ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഒരു വ്യക്തിയിൽ നിന്നൊരു സാധനം അങ്ങോട്ട് ബെനിഫിറ്റ് വരുന്ന സമയത്ത് ഈസിയാണ്. ബാക്ക്വേർഡ് കറപ്ഷൻ അറിയില്ല. ഓക്കെ, ഈ A ചെയ്യുന്ന തെറ്റി Bക്ക് മാത്രമേ അറിയുള്ളൂ. B അതിൽ റിപ്പോർട്ട് ചെയ്തിടത്തോളം കാലം A സേഫ് ആണ്. ഓക്കെ, അപ്പൊ B ചെയ്യുന്ന കാര്യം Cക്ക് അറിയുള്ളൂ. C റിപ്പോർട്ട് ചെയ്തിടത്തോളം കാലം B സേഫ് ആണ്. അപ്പൊ ഈ വ്യക്തികൾക്കെല്ലാം എല്ലാ തരത്തിലുള്ള പ്രിവിലേജ് പോകണ്ടാവും, ബെനിഫിറ്റ് മോണിറ്ററി ബെനിഫിറ്റുകളെല്ലാം പോകണ്ടാവും. പക്ഷേ ഈ വ്യക്തിയുടെ ഡ്യൂട്ടി അവിടെ പ്രോപ്പർ ആയിരിക്കില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു കണക്ക് പവർ ഈസ് ഈക്വൽ ടു റെസ്പോൺസിബിലിറ്റി എന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ ഡ്യൂട്ടി.
ഡ്യൂട്ടി എന്നാണ് പറയാ. നമ്മുടെ നാഷനില് ലോ മേക്കിംഗ് പവർ ഉള്ളത് ആർക്കാ? പാർലമെന്റിനാണ്. അവർക്ക് മാത്രമേ അതുള്ളൂ. ഓക്കെ, അവർക്ക് മാത്രമേ ഇന്ത്യയിൽ ലോ മേക്കിംഗ് പവർ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സ്റ്റേറ്റിലാണെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ആണെങ്കിൽ അവിടെ പാർലമെന്റ് ആണ്. ഇവർക്ക് മാത്രമേ ഈ പവർ ഉള്ളൂ. അപ്പോൾ ദേ ഹോൾഡിംഗ് ദ പവർ ആൾസോ ദെയർ ഡ്യൂട്ടിയാണ്. ഓക്കെ, അവരുടെ ഡ്യൂട്ടിയും കൂടിയാണ്. അതായത് അവർക്ക് പവർ ഉണ്ട്, സെയിം സിറ്റുവേഷനിൽ അവരുടെ ഡ്യൂട്ടിയാണ്. ഫോർ എക്സാമ്പിൾ, അവർ 5 വർഷം ഒരു പാർലമെന്റ് ഒരു ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു MLA അങ്ങനെ സമയത്ത് അവർക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് പ്രിവിലേജ്. ഇപ്പോൾ MLA പറഞ്ഞ ഒരു പ്രിവിലേജ് അല്ലെങ്കിൽ MLA ഓർ MP ദേ ഹോൾഡിംഗ് സം കൈൻഡ് ഓഫ് പ്രിവിലേജ് അല്ലേ? ആ 5 വർഷം അവർ അത്രയും പ്രിവിലേജ് ഹോൾഡ് ചെയ്യും, അവർ അത്രയും എക്കണോമിക്കൽ ബെനിഫിറ്റ് ക്ലെയിം ചെയ്യും. ഓക്കെ, പക്ഷെ ഇവരുടെ ഡ്യൂട്ടിയാണ് ലോ മേക്ക് ചെയ്യുക എന്നുള്ളത്, പാർലമെന്റിൽ നിയമം പാസ്സാക്കുക എന്നുള്ളത് അതിന്റെ നിയമമാണ്, ലെജിസ്ലേറ്റേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. അവർ ആ ഡ്യൂട്ടി പ്രോപ്പറായി ചെയ്തില്ലെങ്കിൽ എന്തായി? ഈ പ്രിവിലേജ് 5 വർഷം എന്തായാലും പോകും. ഓക്കെ, എക്കണോമിക്കൽ ബെനിഫിറ്റ് എന്തായാലും പോകും, എല്ലാ തരത്തിലുള്ള പ്രിവിലേജും പോകും. പക്ഷെ നിയമം അവിടെ പാസ്സായപ്പെട്ടില്ല. 5 വർഷം അവന്റെ ഡ്യൂട്ടി പറഞ്ഞാൽ നിയമം പാസ്സാക്കുക, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊന്നും അവർ ചെയ്തില്ല. അങ്ങനെ എന്തായി? സംഭവം പോണ്ടതെല്ലാം പോകുന്നു, വരേണ്ടതെല്ലാം വന്നില്ല. ഓക്കെ, ഇതാണ് ബാക്ക്വേർഡ് കറപ്ഷൻ. അപ്പോ ചിലപ്പോൾ കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ബേസിക്കലി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. അപ്പോൾ ബൈ.